പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് എന്ത് കിട്ടിയാലും അത് വാങ്ങാൻ ഓടിക്കൊടുന്ന സ്വഭാവം മലയാളിയുടേതാണ്. കാരണം ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ റോഡരികിൽ കാണുന്ന കാഴ്ചകളാണ്. കാരണം സവോള 100 രൂപയ്ക്ക് 4 കിലോ എന്ന് മൈക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തി സവോള വാങ്ങുന്ന ആളുകൾ. അപ്പോൾ എന്തും വില കുറഞ്ഞ് കിട്ടിയാൽ അത് വാങ്ങുന്ന സ്വഭാവം മലയാളിക്ക് സഹജമായുള്ളതാണ്. ആ സ്വഭാവം മുതലെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാ തട്ടിപ്പുകളും ഇപ്പോൾ പകുതി വില തട്ടിപ്പ് എന്ന് പറയുന്ന 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് അരങ്ങേറിയത് അങ്ങനെയാണ്. 10,000-കണക്കിന് ആളുകളാണ്, ഉപഭോക്താക്കളാണ് അതിൽ കുടുങ്ങിപ്പോയത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്, പകുതി വിലയ്ക്ക് കമ്പ്യൂട്ടർ, പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ എന്ന് കേട്ടപ്പോൾ മനുഷ്യർ അതിൻ്റെ പിന്നാലെ കൂടി. 14 ജില്ലകളിലും കബളിപ്പിക്കപ്പെട്ടത് 100 കണക്കിന് 1000 കണക്കിന് ആളുകളാണ്. ഇതിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം പ്രസ് ക്ലബിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സംവിധാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്, അഴിമതിക്ക് അതീതമായി നിൽക്കേണ്ടത് പ്രസ് ക്ലബ്ബുകളാണ്, മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഇതിൻ്റെ ആദ്യത്തെ അനൗൺസ്മെൻറ്റ് ഈ അനന്തു എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ നടത്തുമ്പോൾ തങ്ങൾക്കും ഇത് വേണം എന്ന ആവശ്യമാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ നടത്തിയത്. അങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ ഭാര്യമാർക്കും മക്കൾക്കും പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനുകളും നൽകിക്കൊണ്ടാണ് ഈ തട്ടിപ്പിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ടാവണം ഇത്രയും വലിയ ഒരു തട്ടിപ്പ് കേരളത്തിൽ അരങ്ങേറിയിട്ട് പാതി വില തട്ടിപ്പ് എന്ന ഒരു തലക്കെട്ടിലാണ് എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമമായാലും അച്ചടി മാധ്യമമായാലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 60,000 രൂപ വീതമൊക്കെ നൽകിയ മനുഷ്യർക്ക് ആ തുക നഷ്ടപ്പെടും എന്ന് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ആഘാതം, അവർക്കുണ്ടാവുന്ന ഒരു പ്രയാസം. അപ്പോൾ എങ്ങനെയാണ് ഇത്ര ലാഘവത്തോടെ മാധ്യമങ്ങൾ ഈ തട്ടിപ്പിനെ കാണുന്നത്? ഈ തട്ടിപ്പിൽ ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന രാമചന്ദ്രൻ, അദ്ദേഹം പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പോലും ഇപ്പോൾ പ്രതിസ്ഥാനത്താണ്. ആനന്ദകുമാർ, അനന്തു എന്ന് പറയുന്നവരാണ് 1ഉം 2ഉം പ്രതികൾ. അപ്പോൾ ഇവരെല്ലാം വൻകിട കമ്പനികളുടെ CSR ഫണ്ട് കിട്ടുമെന്നും ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകുന്നതും എന്നാണ് പ്രചരിപ്പിച്ചത്. അതിൽ വീഴാത്തവരായി കേരളത്തിലെ ഒരു പാർട്ടിക്കാരുമില്ല. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രി ആർ ബിന്ദു എറണാകുളത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തം. അപ്പോൾ ഇത്തരം തട്ടിപ്പുകാരെല്ലാം ആദ്യം കയ്യിലെടുക്കുക മാധ്യമങ്ങളെയാണ്, രണ്ടാമത് കയ്യിലെടുക്കുക രാഷ്ട്രീയ നേതാക്കളെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയനുമായി ഒപ്പമുള്ള അനന്തുവിൻ്റെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രം പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ BJP, രാജ്യം ഭരിക്കുന്ന BJP, സംസ്ഥാനം ഭരിക്കുന്ന CPM, സംസ്ഥാനത്തെ പ്രതിപക്ഷം തുടങ്ങി എല്ലാവരും ഇതിൽ ഭാഗഭാക്കുകളാണ്. അപ്പോൾ ഇതിൽ കർശനമായ നടപടിയെടുത്ത് കുറ്റക്കാരെ കണ്ടെത്തുന്നത് കൊണ്ട് മാത്രമായില്ല ഈ തുക നഷ്ടപ്പെട്ടു പോയ പാവങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് അനിവാര്യമായിട്ടുള്ളത്. ഇപ്പോൾ ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ്, ടോട്ടൽ ഫാർ തട്ടിപ്പ് തുടങ്ങി കേരളം കണ്ട ഒട്ടനവധി തട്ടിപ്പുകളുണ്ട്. ഈ തട്ടിപ്പുകാരെല്ലാം ജയിലിലായതുകൊണ്ട് പണം നഷ്ടപ്പെട്ടവർക്ക്, പറ്റിക്കപ്പെട്ടവർക്ക് ഒരു നേട്ടവുമില്ല. അപ്പം നിയമത്തിൻ്റെ മുന്നിൽ പ്രതികളെ കൊണ്ടുവരുന്നതോടൊപ്പം നഷ്ടപ്പെട്ടവർക്ക്, പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടാനുള്ള മാർഗം കൂടി സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന അനന്തു പറയുന്നുണ്ട് താൻ ഈ പണമെല്ലാം തിരിച്ചു നൽകാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഒരു സമീപനമാണ് സർക്കാർ അയാളുമായി ചേർന്ന് നടത്തേണ്ടത്. കാരണം ഈ തട്ടിയെടുത്ത തുക കൊണ്ട് കേരളത്തിലും പുറത്തും പല ഭാഗത്തും ഒട്ടനവധി ഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തട്ടിപ്പുകാർ വാങ്ങിക്കൂട്ടിയ ഭൂമിയും അവരുടെ പേരിൽ അവശേഷിക്കുന്ന അക്കൗണ്ടുകളിലെ ബാലൻസും എല്ലാം എടുത്ത് വളരെ പാവപ്പെട്ട മനുഷ്യർക്ക്, കബളിപ്പിക്കപ്പെട്ട മനുഷ്യർക്ക് അത് തിരിച്ചു നൽകാനുള്ള ശ്രമമാണ് വേണ്ടത്. അതിനു പകരം
ഒരു അന്വേഷണ പ്രഹസനം പാടില്ല. ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്, 85 സംഘമാണ്, DIG ആണ് മേൽനോട്ടം നൽകുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് ജനങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല. ഇത്തരം തട്ടിപ്പുകാർ വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ട മാധ്യമങ്ങളും ഭരണകൂടവും രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടികളും ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പിന് ജനങ്ങളെ വിട്ടുകൊടുക്കരുത് എന്നാണ് പറയാൻ.